യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 22 വർഷം കഴിഞ്ഞിട്ടും മെൽ ഗിബ്സന്റെ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമ ഇന്നും എവർ ഗ്രീനാണ്. ഞാൻ ഇന്നലെ ആ സിനിമ ഞാൻ വീണ്ടും കണ്ടേ. പലതവണ ആ സിനിമ കണ്ടിട്ടുണ്ട്. ഈശോയുടെ അവസാനത്തെ 12 മണിക്കൂർ, ഈശോയുടെ ലൈഫിൻ്റെ അവസാനത്തെ 12 മണിക്കൂർ മെൽ ഗിബ്സൺ തൻ്റെ ലെൻസിലൂടെ കാണുമ്പോൾ അത് ഓരോ പ്രാവശ്യം കാണുമ്പോഴും അതിന് ഒരു ഡിഫറെൻറ്റ് ലുക്ക്, ഒരു ഡിഫറെൻറ്റ് പാറ്റേൺസ് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇന്നലെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെയാണ്, അതിൻ്റെ അകത്ത് ഈശോയുടെ കുരിശിൻ്റെ വഴിയിലൂടെ ഈശോ നടന്നു പോകുമ്പോൾ ഈശോനെ എൻകൗണ്ടർ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ. പ്രത്യേകിച്ച് ഷിമയോനെ നിർബന്ധിച്ചാണ് ഈശോയുടെ കുരിശെടുക്കാൻ വേണ്ടി അവർ വിളിക്കുന്നത്. അവൻ പറ്റൂലെന്നൊക്കെ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഓഫ് മൈ ബിസിനസ്, വേറെ ആരെങ്കിലും വിളിക്കുന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ അവസാനം ഈ കാൽവരി കുന്നിലേക്ക് എത്തുമ്പോൾ അവനെ പറഞ്ഞു വിട്ടിട്ടും ഷിമയോൻ പോകുന്നില്ല. ഈശോയുടെ കൂടെ നടന്നൊരു മനുഷ്യൻ്റെ മാറ്റമാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ചില പട്ടാളക്കാരൻ്റെ മാറ്റം നമ്മൾ കാണുന്നുണ്ട്. ഇത് സിനിമയുടെ അകത്തുള്ള എൻകൗണ്ടറിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ സിനിമയുടെ പുറത്തും ഈ ക്യാരക്ടേഴ്സ് ചെയ്ത ആക്ടേഴ്സിൻ്റെ ലൈഫിൽ ഈശോയായിട്ടുള്ള എൻകൗണ്ടർ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു നടനാണ്, അതിൽ ബറാബാസിൻ്റെ റോൾ ചെയ്യുന്ന ഒരു ഇറ്റാലിയൻ ആക്ടർ പെദ്രോ സെറൂബി ആകെ 2 മിനിറ്റിന് താഴെ മാത്രമേ ഉള്ളൂ ആ സിനിമയിൽ. 2 മിനിറ്റ് താഴെ മാത്രമേ സിനിമയിൽ വരുന്നുള്ളൂ. പക്ഷെ ആ 2 മിനിറ്റിനുള്ളിൽ ഈശോയുടെ എൻകൗണ്ടറിൽ ഈ മനുഷ്യൻ കംപ്ലീറ്റ് ആയിട്ട് അടിമുടി മാറിപ്പോകുന്നൊരു കാഴ്ചയാണ്. ഇദ്ദേഹം പിന്നീട് റോമൻ കാത്തലിക് ചർച്ചിൽ ചേരുന്നുണ്ട് ഈ സിനിമയിൽ അഭിനയിച്ച്. പിന്നെ എന്നിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, ഫ്രം ബറാബാസ് ടു ജീസസ് കൺവേർട്ടഡ് വിത്ത് ലുക്ക് എന്ന് എഴുതിയാണ്. കൺവേർട്ടഡ് വിത്ത് ലുക്ക്, ഒരു നോട്ടം കൊണ്ട് മാറിപ്പോയി എന്ന് ഈ മനുഷ്യൻ പറയും. എന്നിട്ട് ആ നോട്ടത്തിനെ കുറിച്ച് ഇദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നത്, ഈ പെദ്രോ സെറൂബി പറയുന്ന കാര്യം ഇങ്ങനെയാണ്: എന്നെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്, ചങ്ങലയൊക്കെ പൂട്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പുറത്ത് ഞാൻ ഇതുവരെ കാണാത്ത യേശു നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് ഞാനിങ്ങനെ വിമോചിതനായിട്ട് ഇറങ്ങിപ്പോരുമ്പോൾ ഞാൻ യേശുവിൻ്റെ കണ്ണിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ അവൻ എന്നെ നോക്കുന്നു. അവൻ എന്നെ നോക്കുമ്പോൾ ആ നോട്ടത്തിൽ എന്നോടുള്ള വെറുപ്പോ അനിഷ്ടമോ ഒന്നുമില്ല, കരുണയും സ്നേഹവും മാത്രം. അവൻ്റെ നോട്ടത്തിൽ എന്നോട് വെറുപ്പോ അനിഷ്ടമോ ഒന്നുമില്ല, കരുണയും സ്നേഹവും മാത്രം. ആ ഒറ്റ നോട്ടത്തിൽ ലെസ് ദാൻ 1 മിനിറ്റിനുള്ളിൽ ഈ നടനുണ്ടാവുന്ന മാറ്റമാണ്, ഒരു കംപ്ലീറ്റ് കൺവേർഷനാണ്. ദിസ് ഈസ് എൻകൗണ്ടർ വിത്ത് ക്രൈസ്റ്റ്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഒരു എൻകൗണ്ടറാണ്. ഒരു സമരിയക്കാരി സ്ത്രീ ഈശോയിട്ട് കണ്ടുമുട്ടാണ്, എൻകൗണ്ടർ ചെയ്യാണ്. ഈ റെക്കോർഡഡ്, ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റെക്കോർഡഡ് എൻകൗണ്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈശോയുടെ കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഈ സ്ത്രീ ആയിട്ടാണ്. ഈവൻ ശിഷ്യന്മാരായിട്ട് പോലും ഇത്ര ലോങ് കോൺവെർസേഷൻ നമ്മൾ കാണുന്നില്ല. ദിസ് ഈസ് ദ ലോങ്ങസ്റ്റ് റെക്കോർഡഡ് കോൺവെർസേഷൻ വിത്ത് ജീസസ് ആൻഡ് വിത്ത് എ വുമൺ. ഒരാളുമായിട്ട്, ഒരു ക്യാരക്ടറായിട്ട് ഈശോയ്ക്ക് നടത്തിയ ഏറ്റവും ലോങ് ആയിട്ടുള്ള കാര്യമായിട്ട് പറയണം. പക്ഷേ ഇതിൻ്റെ അകത്ത് നടക്കുന്ന ഈ സ്ത്രീയിലുണ്ടാകുന്ന മാറ്റമുണ്ട്. ഇനി ഈ സ്ത്രീനെ ഈശോ കണ്ടുമുട്ടുന്നത് എവിടെ വെച്ചാണ്? സമരിയ പട്ടണത്തിൽ വെച്ചിട്ടാണ്. സമരിയയിലേക്ക് പോകുന്ന വഴിക്കാണ്. ഈശോ യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈശോക്ക് അങ്ങോട്ട് എത്താൻ വേണ്ടി ഈ സമരിയ പട്ടണം ടച്ച് ചെയ്യണമെന്നില്ല. സാധാരണ യഹൂദർ സമരിയ പട്ടണം ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി വേറെ വഴിക്ക് പോകും, കാരണം വേറെ വഴികളുണ്ട്. പക്ഷെ ഈശോ ബോധപൂർവം ഈ സമരിയ പട്ടണത്തിലേക്ക് കയറാണ്, ബോധപൂർവം. അതിനർത്ഥം എന്താ? ഇതൊരു ബൈ ചാൻസ് എൻകൗണ്ടർ അല്ല, ഇത് ഈശോയുടെ സ്ക്രിപ്റ്റിംഗ് ആണ്. ഇത് ഒരു ഡിവൈൻ അപ്പോയിൻമെൻ്റ് ആണ്. അല്ലാതെ പെട്ടെന്ന് ഒരു ഉച്ചക്ക് വന്ന് അവിടെ വെള്ളം കോരാൻ വേണ്ടി സ്ത്രീ വന്നെന്നല്ല, ഈശോ അവളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഓരോ എൻകൗണ്ടറിലും എന്താ നമ്മൾ പറയണമെന്ന് അറിയാമോ? അത് ദൈവമാണ് നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നത്. ഇവള് ഈശോനെ കണ്ടുമുട്ടുകയല്ല, ഈശോ ഇവളെ കണ്ടുമുട്ടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈശോനെ കണ്ടുമുട്ടിയെന്ന് പറയരുത്, ഈശോയാണ് നമ്മളെ കണ്ടുമുട്ടുന്നത്. എവറി അപ്പോയിൻമെൻറ്റ്സ്, എല്ലാ കണ്ടുമുട്ടലുകളും, എല്ലാ എൻകൗണ്ടറുകളും അത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഈ സ്ത്രീയും ഈശോയും തമ്മിൽ 4 വാളുകളുണ്ട്, 4 മതിലുകളുണ്ട്. ഈ 4 മതിലുകളും പൊളിച്ചിട്ടാണ് ഈശോ ഇവളോട് കോൺവേഴ്സ് ചെയ്യുന്നത്. എന്തൊക്കെ മതിലുകളാണ്? അവിടെ ഒരു റിലീജിയസ് വാളുണ്ട്, അവിടെ ഒരു ജെൻഡർ വാളുണ്ട്, അവിടെ ഒരു റേഷ്യൽ വാളുണ്ട്, പിന്നെ അവിടെ ഒരു മോറൽ വാളുണ്ട്. കാരണം ഇവർ 2 മതത്തിൽപ്പെട്ട ആൾക്കാരാണ്, 2 വർഗത്തിൽപ്പെട്ട ആൾക്കാരാണ്, 2 ആണും പെണ്ണുമാണ്, ജെൻഡർ വ്യത്യാസമുണ്ട്. പിന്നെ ഇവൾക്കൊരു ഡാർക്ക് മോറൽ ഷെയ്ഡുള്ളവളാണ്. 5 ഭർത്താക്കന്മാർ ഇപ്പോഴുള്ള അല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ 4 വാളുകൾ നിൽക്കുന്നിടത്താണ് ഈ 4 വാളുകൾ ഈശോ തട്ടിത്തെറിപ്പിച്ചിട്ടാണ് ഇവളായിട്ട് എൻകൗണ്ടർ ചെയ്യുന്നത്. ഈശോ അങ്ങനെയാണ്. ഈശോയും നമ്മളും തമ്മിൽ, ഈശോ ഒരാളെ കണ്ടുമുട്ടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വാളുകളൊന്നുമില്ല, വാളുകളൊക്കെ പൊളിഞ്ഞു പോകും. പിന്നെ കണ്ടുമുട്ടി കഴിയുമ്പോൾ ഇവൾക്കുണ്ടാകുന്ന മാറ്റം എന്താ?
ഇവളൊരു ഗ്രാമത്തെ മുഴുവൻ മാനസാന്തരപ്പെടുത്താണ്. ഗ്രാമത്തെ മുഴുവൻ മാനസാന്തരപ്പെടുത്താണ്. ഇവളിങ്ങനെ ബൈബിള് പഠിച്ചു തിയോളജി പഠിച്ചു അങ്ങനെയല്ല ഇവള് മാനസാന്തരപ്പെടുന്നത്. ഇവളുടെ നാട്ടിൽ പോയിട്ട് അവളുടെ പട്ടണത്തിലുള്ള ആൾക്കാരോട് എന്താ പറയുക? ഞാൻ രക്ഷകനെ കണ്ടു എന്ന് പറയാം. ഞാൻ രക്ഷകനെ കണ്ടു എന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ ഇവള് തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല. അവൾ സിമ്പിളായിട്ട് പറയണം, കമാൻസി, നിങ്ങൾ വന്ന് കാണുക. ഇതാണ് ഒരു ട്രൂ ഇവാഞ്ചലിംഗ് പവർ എന്ന് പറയാം. നിങ്ങൾ വന്ന് കാണുക, കമാൻസി. അങ്ങനെ അവർ വന്ന് കണ്ടിട്ട് അവർ പറയുന്നത് എന്താ? ഇനി നീ പറഞ്ഞതിലല്ലേ ഞങ്ങൾ വിശ്വസിക്കും, ഞങ്ങൾ നേരിട്ട് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഒരു ഗ്രാമത്തെ മുഴുവൻ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ മാറ്റപ്പെട്ട ഒരു പെണ്ണിന് പറ്റിയെന്നുള്ളതാണ്. ഇവള് വെറുക്കപ്പെട്ടൊരു പെണ്ണ്, അതുകൊണ്ടുള്ള നട്ടുച്ച സമയത്ത് ആരുമില്ലാത്ത സമയത്ത് ഇവൾ ഒറ്റയ്ക്ക് വന്ന് വെള്ളം കോരാൻ വരുന്നത്. അങ്ങനെ വെറുക്കപ്പെട്ട പെണ്ണ് പിന്നീട് ഈശോയെക്കുറിച്ച് പറയുന്നവളായി. പിന്നെ ഈശോനെ അവളുടെ ഉള്ളിൽ തന്നെ വെക്കാൻ പറ്റുന്നില്ല. അവളിങ്ങനെ തുറന്ന് സംസാരിക്കുകയാണ്. ഈ രക്ഷപ്പെടാൻ വേണ്ടി, സ്വർഗത്തിലെത്താൻ വേണ്ടി എന്താ വേണ്ടേ? സ്വർഗത്തിലെത്താൻ വേണ്ടി തിയോളജി ഒന്നും പഠിക്കണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല. സ്വർഗത്തിലെത്താൻ വേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? ഒന്ന്, നമ്മളൊരു സിന്നറാണ്, നമ്മളൊരു പാപിയാണെന്ന് മനസ്സിലാക്കുക. രണ്ട്, ഈശോയാണ് നമ്മുടെ രക്ഷകനെന്ന് മനസ്സിലാക്കി. ജീസസ് ഈസ് ഓൺലി വൺ സേവിയർ. ഈ രണ്ട് അറിവ് മതി നമ്മൾക്ക് സ്വർഗത്തിലെത്താൻ. ഈ രണ്ട് അറിവ് മതി നമ്മൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ. ഞാനൊരു പാപിയാണെന്നും എന്നെ രക്ഷപ്പെടുത്തുന്നവൻ അത് ക്രിസ്തുവാണെന്നുള്ള തിരിച്ചറിവ് ഈ കിണറ്റിൻകരയിലെ എൻകൗണ്ടർ നമുക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. വചനജായ 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 വചനജായ